ഡിഫറെൻറ്റ് ടൈപ്പിലെ ബുക്ക് മാർക്കാണ് ചെയ്യുന്നത്. സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. സാധനങ്ങളുടെ പേര് ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഇനി നമുക്ക് ഒന്നാമത്തത് ഒരു സ്ക്വയർ പേപ്പർ എടുത്ത് അതൊന്ന് കട്ട് ചെയ്യാം. ഒരു ലവ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ വര വരച്ച ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് കളർ ചെയ്യാം. ഇത് ഞാൻ ബ്രഷ് പെന്നാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കെച്ച് ആയാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള എടുത്താണ്. പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ സിമ്പിളാണ്. നമ്മൾ ഫുള്ളും സിമ്പിളായിട്ടുള്ളതാണ് ഇതിൽ കാണിച്ചു തരേണ്ടത്. ഏഴ് ടൈപ്പും സിമ്പിളായിട്ടുള്ളതാണ്. അടുത്തത് ഒരു റെക്റ്റാങ്കിൾ പേപ്പർ എടുത്ത് അതൊന്ന് ഡബിൾ സൈഡാക്കി മടക്കിക്കാണ്ട് അതിലൊരു പിക്ചർ വരയ്ക്കാം. ഞാനൊരു ബോ ആണ് വരച്ചത്. ഇത് വേണം ലവോ വേറെ ബട്ടർഫ്ലൈ അങ്ങനത്തെ എന്ത് വരയ്ക്കാം. ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് ഞാൻ ഫിറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്തൊരു സ്ക്വയർ പേപ്പർ എടുത്ത് വീഡിയോയിൽ കാണിച്ചേണ്ട മാതിരി മടക്കുക. ഇതിൻ്റെ ഇടയിലൊന്നും ഫ്രീസായിപ്പോയി, സോറി. ഇനി നമുക്കിതൊന്ന് ഉള്ളിലോട്ടേക്ക് ഇതാക്കാം. പിന്നെ ഞാൻ ഇത് കുറച്ച് ക്യൂട്ടാക്കാണ്. കണ്ണും ചുണ്ടൊക്കെ വരച്ചിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചാൽ മതി, വേണ്ടെങ്കിൽ വരക്കണം. നിങ്ങൾക്ക് വേണം ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ്, കവായ് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു. അങ്ങനെ ഒന്നും ഒട്ടിച്ചിട്ടില്ല. ഇനി ഞാൻ ബ്രഷ് പെൻ കൊണ്ടൊന്ന് ഒരു ഗ്രീൻ കളർ കൊണ്ടൊന്ന് കളർ ചെയ്തു. അപ്പോൾ ഈ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇനി നമുക്ക് ഇതിൽ ഒന്ന് ബട്ടർഫ്ലൈൻ്റെ ആണ് ചെയ്യേണ്ടത്. വീഡിയോയിൽ കണ്ടാൽ വരുന്ന് മുറിച്ച് കണ്ട് ചെയ്യുക. എന്നിട്ട് നടുവിലൊന്ന് ഫോൾഡ് ചെയ്യുക. ഇത് റെഡിയാവും. പിന്നെ ഞാൻ കാണിച്ചിട്ട് ബട്ടർഫ്ലൈ തന്നെയാവണം നിർബന്ധമൊന്നുമില്ല. ലവോ ബോയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. നെയിംസൊക്കെ പർപ്പിൾ ഗ്രീൻ അങ്ങനത്തെ കളറോ നമ്മളെ പേരോ അങ്ങനെ എന്തും കൊടുക്കാം. അഞ്ചാമത്തെ ഒരു സ്ക്വയർ പേപ്പറിൽ നമുക്ക് ഒരു മാച്ചായിട്ടുള്ള 2 കളർ എടുക്കുക. ഞാൻ ബ്രൗണാണ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് കടുത്തുകൊണ്ട് ഒരു പാനിട്ട് ഇങ്ങനെ വാരി ഇട്ടുകൊണ്ട് തോട്ടന്നെ കാണുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ചിത്രം വരക്കാം സെൻറ്റർ പൊസിഷനിലായിട്ട്. അടുത്തത് റെക്റ്റാങ്കിൾ പേപ്പർ എടുത്തോന്ന് കണ്ട് ഒരു ആരോ മാർക്ക് വരക്കാം. ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. കളർ ചെയ്ത് കണ്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബുക്കിൽ വെക്കുക. അത് സിമ്പിളാണ്. ഇത് കൂടുതൽ യൂസ് ആയുള്ള സ്റ്റോറി ബുക്കിൽ അങ്ങനത്തെ സ്കൂൾ ബുക്കിലൊക്കെ വെക്കാനാണ്. പിന്നെ ഏഴാമത്തെ നമ്മളൊരു ഫോട്ടോ ഫ്രെയിമുമായിരുന്നു വരച്ചുകൊണ്ട് കട്ട് ചെയ്യാം. ഇന്ന് ഇതൊന്ന് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഈ